ഹലോ ഫ്രണ്ട്സ്, വിർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോനകത്ത് നോക്കുന്നത് ഒരു ഡിഗ്രി ലെവൽ പ്രിലിംസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിന് പറ്റിയ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പോൾ അത് കേരള പി എസ് സിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നുമല്ല, ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമായിട്ട് കണ്ടാൽ മതി. സോ ഇപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് 100 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. നമുക്കിതൊന്ന് ജസ്റ്റ് ആൻസർ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കറിയാം, സാധാരണ ഒരു 10th ലെവൽ പ്ലസ് 2 ലെവലിനേക്കാളും കുറച്ചും കൂടി എന്തായിരിക്കും ക്വസ്റ്റ്യൻസ്, വലിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അതേപോലെ തന്നെ ഓപ്ഷൻസിന്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻസ് ആയിരിക്കില്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻസിൽ തന്നെ ചോയ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ അപ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് എന്ത് ചെയ്യണം, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എന്ത് ചെയ്യണം, ബാക്കി ഇപ്പോൾ ഒറ്റ ആൻസർ വായിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ആൻസർ നമുക്ക് ടിക്ക് ചെയ്ത് പോകാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു പേപ്പർ ആയിരിക്കും മിക്കവാറും വരാറ്. സോ അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം പ്രാബല്യത്തിലായത് എന്ന്. ഓപ്ഷൻ എ വരുന്നത് 2008 ഓഗസ്റ്റ് 12, 2009 ജൂൺ 10, 2007 മാർച്ച് 18, 2010 ജനുവരി 9. എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. 2008 ഓഗസ്റ്റ് 12 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം പ്രാബല്യത്തിലായത് 2008 ഓഗസ്റ്റ് 12. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിൽ നെൽവയലിനെ നിർവചിച്ചിരിക്കുന്നതിൽ ഉൾപ്പെടാത്തത് ഏത്? കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിൽ നെൽവയലിനെ നിർവചിച്ചിരിക്കുന്നതിൽ ഉൾപ്പെടാത്തത് ഏത്? ഉൾപ്പെടാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് വായിക്കാം. വർഷത്തിൽ ഒരു തവണയെങ്കിലും നെൽകൃഷി ചെയ്യുന്ന പ്രദേശം, നെൽകൃഷിക്ക് അനുയോജ്യവും എന്നാൽ തരിശിട്ടിരിക്കുന്നതുമായ പ്രദേശം, അനുബന്ധ നിർമ്മിതികളായ ചിറകൾ, കുളങ്ങൾ, കൈത്തോടുകൾ, എല്ലാവിധത്തിലുമുള്ള തണ്ണീർത്തടങ്ങളും. ഇതിൽ പറഞ്ഞിട്ടുള്ളതിൽ ഏതാണ് നെൽവയലിനെ നിർവചിക്കുന്നതിൽ ഉൾപ്പെടാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്, എല്ലാവിധത്തിലുമുള്ള തണ്ണീർത്തടങ്ങളും. അടുത്തൊരു ചോദ്യം, കുഞ്ഞാലി മരക്കാരെ പറ്റി ഏതാനും പ്രസ്താവനകൾ ചുവടെ നൽകുന്നു. കുഞ്ഞാലി ഒന്നാമൻ കടലിൽ ഒളിപ്പോർ നയം സ്വീകരിച്ചു. പട്ടുമരക്കാർ എന്നറിയപ്പെട്ടത് കുഞ്ഞാലി രണ്ടാമനാണ്. ചാലിയം യുദ്ധത്തിൽ പോർച്ചുഗീസുകാരെ തോൽപ്പിച്ചത് കുഞ്ഞാലി മൂന്നാമന്റെ നേതൃത്വത്തിലാണ്. കുഞ്ഞാലി നാലാമനെ ഗോവയിൽ വെച്ചാണ് പോർച്ചുഗീസുകാർ വധിച്ചത്. ഇതില് ക്വസ്റ്റ്യൻ ഇതാണ്, 1, 2, 3. അടുത്തത് ഓപ്ഷൻ ബി വരുന്നത് 2, 3, 4, സി 1, 3, 4 എല്ലാം ശരിയാണ്. അപ്പൊ ഇതില് കുഞ്ഞാലി മരക്കാരെ പറ്റി തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്, 1, 3, 4. അതായത് ഈ പറഞ്ഞിട്ടുള്ള പ്രസ്താവനകളിൽ 1, 3, 4 എന്നീ പ്രസ്താവനകളാണ് കുഞ്ഞാലി മരക്കാരെ പറ്റി ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഉത്തരം ഒന്നും കൂടി പറയാം. കുഞ്ഞാലി ഒന്നാമൻ കടലിൽ ഒളിപ്പോർ നയം സ്വീകരിച്ചു. ചാലിയം യുദ്ധത്തിൽ പോർച്ചുഗീസുകാരെ തോൽപ്പിച്ചത് കുഞ്ഞാലി മൂന്നാമന്റെ നേതൃത്വത്തിലാണ്. കുഞ്ഞാലി നാലാമനെ ഗോവയിൽ വെച്ചാണ് പോർച്ചുഗീസുകാർ വധിച്ചത്. അടുത്ത ചോദ്യം, ക്ഷേത്രപ്രവേശന വിളംബരത്തെ അശോക ശാസനത്തോട് ഉപമിച്ച ദേശീയ നേതാവാരും സി രാജഗോപാലാചാരി, ജവഹർലാൽ നെഹ്റു, KM മുൻഷി, സർദാർ വല്ലഭായ് പട്ടേൽ. ക്ഷേത്രപ്രവേശന വിളംബരത്തെ അശോക ശാസനത്തോട് ഉപമിച്ച ദേശീയ നേതാവാര്? ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്, സി രാജഗോപാലാചാരി. അടുത്തത്, കേരളത്തിലെ വിവിധ സംഭവങ്ങൾ നടന്ന വർഷങ്ങൾ ചുവടെ നൽകുന്നു. ഇതിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തത്, തളി ക്ഷേത്രം 1917, കൽപ്പാത്തി സമരം 1924, കൂട്ടംകുളം സമരം 1946, പാല്യം സത്യാഗ്രഹം 1949. ഓപ്ഷൻസ് വരുന്നത് എല്ലാം ശരിയാണ്. 1, 2, 3 ശരിയാണ്. 2, 3, 4 ശരിയാണ്.
1, 2, 4 ശരിയാണ്. ഇതിന്റെ ആൻസർ വരുന്നത് ബി ആണ്. 1, 2, 3 ശരിയാണ്. അപ്പോൾ തളിക്ഷേത്ര സമരം 1917, കൽപ്പാത്തി സമരം 1924, കൂടംകുളം സമരം 1946. അപ്പൊ ഇത് 3 ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ളത്. അടുത്തത് ബംഗാളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയതാര്? റോബർട്ട് ക്ലൈവ്, വാറൻ ഹേസ്റ്റിംഗ്, വില്യം ബെന്റിറ്റ്, കോൺവാലിസ്. ബംഗാളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയത് ആൻസർ ഓപ്ഷൻ എ, റോബർട്ട് ക്ലൈവ്. അടുത്തത് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഏതാനും കലാപങ്ങൾ ചുവടെ നൽകുന്നു. അപ്പൊ ഇതിലെ കർഷക കലാപങ്ങൾ ഏതെല്ലാമായിരുന്നു എന്നാണ് ചോദ്യം. അപ്പോ പോളിഗാർ കലാപങ്ങൾ, ഫരൈസി കലാപം, സന്യാസി കലാപം, സാന്താൾ കലാപം. അപ്പൊ ഈ തന്നിട്ടുള്ളതിൽ ഏതൊക്കെയാണ് കർഷക കലാപങ്ങൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി ഓപ്ഷൻ 1ഉം 2ഉം എല്ലാം ശരിയാണ്. 2ഉം 3ഉം 3ഉം 4ഉം. ഓപ്ഷൻ സി ആണ് വരുന്നത്, 2ഉം 3ഉം. അതായത് ഈ തന്നിട്ടുള്ളതിൽ ഫരൈസി കലാപം, സന്യാസി കലാപവുമാണ് കർഷക കലാപങ്ങൾ. അടുത്ത ചോദ്യം, മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് നിയമം ഏത്? ക്വിറ്റ് ഇന്ത്യ നിയമം, ഹിൽബർട്ട് നിയമം, റെഗുലേഷൻസ് നിയമം, 1773, മിന്റോ മോർലി പരിഷ്കാരം. അപ്പോൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് നിയമം ഏത്? ഓപ്ഷൻ ഡി, മിന്റോ മോർലി പരിഷ്കാരം. ലീഗ് ഓഫ് നേഷൻസുമായി ബന്ധപ്പെട്ട് ചുവടെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? 1920 ജനുവരി 10 ഔദ്യോഗികമായി നിലവിൽ വന്നു. നിർവഹണ ഘടകമായ കൗൺസിലിൽ 4 സ്ഥിരാംഗങ്ങൾ. ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ, അമേരിക്ക എന്നിവയായിരുന്നു സ്ഥിരാംഗങ്ങൾ. അമേരിക്കൻ പ്രസിഡന്റ് വുഡ്രോ വിൽസൺ ആയിരുന്നു വക്താവ്. ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ, അമേരിക്ക എന്നിവയായിരുന്നു സ്ഥിരാംഗങ്ങൾ. ലീഗ് ഓഫ് നേഷൻസുമായി ബന്ധപ്പെട്ട് ചുവടെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. അടുത്തത്, നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി അറിയപ്പെടുന്ന ചുരുക്കപ്പേര് ഏത്? ഫാസിസ്റ്റ് പാർട്ടി, നാസി പാർട്ടി, സയനിസ്റ്റ് പാർട്ടി, ലിബറൽ പാർട്ടി. നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി അറിയപ്പെട്ട ചുരുക്കപ്പേര് ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്, നാസി പാർട്ടി. അതിവേഗമേറിയ വിനിമയ വേഗമുള്ള നെറ്റ്വർക്കുകൾ ഏതെല്ലാം? പാൻ, ലാൻ. ഓപ്ഷൻ ബി, ലാൻ മാൻ. ഓപ്ഷൻ സി, മാൻ വാൻ. ഓപ്ഷൻ ഡി, പാൻ വാൻ. ഓപ്ഷൻ എ ആണ് വരുന്നത്, പാൻ ലാൻ. അടുത്തത്, വൈഡ് ഏരിയ നെറ്റ്വർക്കുമായി വാൻ ബന്ധപ്പെട്ട ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലാത്തത് ഏത്? വാനിന് ഉത്തമ ഉദാഹരണമാണ് ഇന്റർനെറ്റ്. ലോകത്തിലെ ഏറ്റവും വലിയ വാൻ ഇന്റർനെറ്റ് ആണ്. ബാങ്ക് ശൃംഖലകൾ വാനിന് ഉദാഹരണമാണ്. അന്താരാഷ്ട്ര നെറ്റ്വർക്കുകൾ വാനിൽ ഉൾപ്പെടുന്നില്ല. ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്, അന്താരാഷ്ട്ര നെറ്റ്വർക്കുകൾ വാനിൽ ഉൾപ്പെടുന്നില്ല. അതില് പ്രസ്താവന വൈഡ് ഏരിയ നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ട് ചൂടെ പറയുന്നവർ ശരിയായ പ്രസ്താവന അല്ലാത്തത് ഏത്? ഒന്നിലധികം ഉപഭോക്താക്കളുടെ ഫയലുകൾ സൂക്ഷിക്കാനും കൈകാര്യം ചെയ്യാനുമുള്ള കമ്പ്യൂട്ടർ ഏത്? വെബ് സെർവർ, ഫയൽ സെർവർ, പ്രിന്റ് സെർവർ, ഡാറ്റാബേസ് സെർവർ. ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്, ഫയൽ സെർവർ. വളരെ കുറച്ചു മാത്രം കേബിൾ ഉപയോഗിക്കുന്നതിനാൽ ചെലവ് കുറവായ നെറ്റ്വർക്ക് ടോപ്പോളജി ഏത്? ബസ് ടോപ്പോളജി, സ്റ്റാർ ടോപ്പോളജി, റിംഗ് ടോപ്പോളജി, മെഷ് ടോപ്പോളജി.
വളരെ കുറച്ച് മാത്രം കേബിളുകൾ ഉപയോഗിക്കുന്നതിനാൽ ചെലവ് കുറവായ നെറ്റ്വർക്ക് ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്, റിംഗ് ടോപ്പോളജി. കമ്പ്യൂട്ടർ ശൃംഖലയിലേക്ക് ഒരു കമ്പ്യൂട്ടറിനെ ബന്ധിപ്പിക്കാനും വിവരവിനിമയം നടത്താനും പ്രാപ്തമാക്കുന്ന ഉപകരണം ഏത്? ഹബ്, നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ്, ബ്രിഡ്ജ്, റൂട്ടർ. അപ്പോൾ കമ്പ്യൂട്ടർ ശൃംഖലയിലേക്ക് ഒരു കമ്പ്യൂട്ടറിനെ ബന്ധിപ്പിക്കാനും വിവരവിനിമയം നടത്താനും പ്രാപ്തമാക്കുന്ന ഉപകരണം ഏത്? ഹബ്, നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ്, ബ്രിഡ്ജ്, റൂട്ടർ. ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്, നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ്. ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ഏതാനും ആശയങ്ങൾ ചുവടെ നൽകുന്നു. അപ്പോ ഒന്ന് മൗലികാവകാശമാണ് തന്നിട്ടുള്ളത്. അടുത്തത് അവശിഷ്ടാധികാരങ്ങൾ, കേവല ഭൂരിപക്ഷ വ്യവസ്ഥ, നിയമവാഴ്ച. ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് കടമെടുത്ത ആശയങ്ങൾ ഏവ? തന്നിട്ടുള്ളതിൽ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്ത ആശയങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. 1, 2, 2, 3, 3, 4, 4 മാത്രം. ഒരിക്കൽ കൂടി ഓപ്ഷൻസ് ജസ്റ്റ് നോക്കാം. മൗലികാവകാശങ്ങൾ, അവശിഷ്ട അധികാരങ്ങൾ, കേവല ഭൂരിപക്ഷ വ്യവസ്ഥ, നിയമവാഴ്ച. ഓപ്ഷൻ സി ആണ് വരുന്നത്, 3, 4. കേവല ഭൂരിപക്ഷ വ്യവസ്ഥ, നിയമവാഴ്ച. അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ പോലീസ് എത്ര സമയത്തിനകം ഏറ്റവും അടുത്തുള്ള മജിസ്ട്രേറ്റിന്റെ മുൻപാകെ നിർബന്ധമായും ഹാജരാക്കണം? 12 മണിക്കൂർ, 24 മണിക്കൂർ, 48 മണിക്കൂർ, 72 മണിക്കൂർ. ആൻസർ ഓപ്ഷൻ ബി, 24 മണിക്കൂർ. പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ് അഥവാ PUCL എന്ന മനുഷ്യാവകാശ സംഘടന സ്ഥാപിച്ചതാര്? സുന്ദർലാൽ ബഹുഗുണ, അന്ന ഹസാരെ, ജയപ്രകാശ് നാരായൺ, PC ജോഷി. ഓപ്ഷൻ സി, ജയപ്രകാശ് നാരായൺ. പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ് അഥവാ PUCN എന്ന മനുഷ്യാവകാശ സംഘടന സ്ഥാപിച്ചതാര്? സുന്ദർലാൽ ബഹുഗുണ, അന്ന ഹസാരെ, ജയപ്രകാശ് നാരായൺ, PC ജോഷി. ആൻസർ ഓപ്ഷൻ സി, ജയപ്രകാശ് നാരായൺ. ചുവടെ പറയുന്നവയിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? മനുഷ്യാവകാശ ലംഘന പരാതികൾ അന്വേഷിക്കുക, ജയിലുകൾ സന്ദർശിച്ച് തടവുകാരുടെ അവസ്ഥ പഠിക്കുക, മനുഷ്യാവകാശ വിഷയങ്ങളിൽ ഗവേഷണം നടത്തുക, മനുഷ്യാവകാശ സംഘടനകൾക്ക് അംഗീകാരം നൽകുക. ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്, മനുഷ്യാവകാശ സംഘടനകൾക്ക് അംഗീകാരം നൽകുക. ഭരണഘടനയ്ക്ക് ചില അടിസ്ഥാന സവിശേഷതകൾ ഉണ്ടെന്നും അത് പാർലമെന്റിന് ഭേദഗതി ചെയ്യാൻ കഴിയാത്തതാണെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചത് ഏത് കേസിന്റെ വിധിന്യായത്തിലാണ്? കേശവാനന്ദ ഭാരതി കേസ്, മിനർവ മിൽ കേസ്, അക്കൂർദാസ് കേസ്, ഷാബാനു കേസ്. ഓപ്ഷൻ എ ആണ് വരുന്നത്, കേശവാനന്ദ ഭാരതി കേസ്. പണരഹിത സമ്പദ്ഘടനയിലേക്ക് ചുവടുവയ്ക്കുന്നതിന്റെ ഭാഗമായി ഭാരത സർക്കാർ കൈക്കൊണ്ട സംവിധാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? കോർ ബാങ്കിംഗ്, ജൻധൻ അക്കൗണ്ടുകൾ, വാലറ്റ്, നാഷണൽ ഫിനാൻസ് സ്വിച്ച്. പണരഹിത സമ്പദ്ഘടനയിലേക്ക് ചുവടുവയ്ക്കുന്നതിന്റെ ഭാഗമായി ഭാരത സർക്കാർ കൈക്കൊണ്ട സംവിധാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ, കോർ ബാങ്കിംഗ്. ചുവടെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ എ, അമിതമായി വായ്പാ നിയന്ത്രണം CRR സാധ്യമാക്കുന്നു. ഒരു ബാങ്ക് ആ ബാങ്കിൽ തന്നെ സൂക്ഷിക്കേണ്ടതാണ് CRR. പണത്തിന്റെ പ്രധാനം നിയന്ത്രിക്കാനുള്ള ഉപാധിയാണ് പരസ്യ കമ്പോള നടപടി. വൻകിട കമ്പനികളുടെ കടപ്പത്രങ്ങളുടെ വിൽപ്പനയാണ് തുറന്ന കമ്പോള നടപടി. ചുവടെ പറയുന്നവ പ്രസ്താവനയിൽ ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്.
ആൻസർ ഓപ്ഷൻ ഡി ആണ്. വൻകിട കമ്പനികളുടെ കടപ്പത്രങ്ങളുടെ വിൽപ്പനയാണ് തുറന്ന കമ്പോള നടപടി. ബാക്കി തന്നിട്ടുള്ള ഇപ്പൊ പ്രസ്താവന തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ബാക്കിയെല്ലാം ശരിയാണ്. അപ്പോൾ അമിതമായ വായ്പാ നിയന്ത്രണം CRR സാധ്യമാക്കുന്നു. അപ്പോൾ ക്രെഡിറ്റ് റിസർവ് റേഷ്യോ എന്താണ്? വായ്പാ നിയന്ത്രണം സാധ്യമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ബാങ്ക് ആ ബാങ്കിൽ തന്നെ സൂക്ഷിക്കേണ്ട തുക, അതാണ് എന്ത്? ക്യാഷ് റിസർവ് റേഷ്യോ. പണത്തിന്റെ പ്രധാനം നിയന്ത്രിക്കാനുള്ള ഉപാധിയാണ് പരസ്യ കമ്പോള നടപടി. ഓക്കെ. അടുത്തത് ഗവൺമെന്റ് അതിന്റെ ബജറ്റ് കമ്മി നികത്താനായി കൂടുതലായി ആശ്രയിക്കുന്നത് എന്തിനെ? നികുതി പിരിവ്, വായ്പകൾ, പുതിയ കറൻസി അച്ചടിക്കൽ, അധിക നികുതികൾ. അപ്പോൾ ഗവൺമെന്റ് അതിന്റെ ബജറ്റ് കമ്മി നികത്താനായി കൂടുതലായി ആശ്രയിക്കുന്നത് എന്തിനെ? ആൻസർ ഓപ്ഷൻ ബി, വായ്പകൾ. 2003 ധന ഉത്തരവാദിത്ത ബജറ്റ് പരിപാലന നിയമത്തിന്റെ FRBMA പ്രധാന സവിശേഷം അല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ എ വായിക്കാം. ധനക്കമ്മി GDPയുടെ 3% താഴെയാക്കുക. റവന്യൂ കമ്മി 2009 മാർച്ച് 31 ഒഴിവാക്കുക. 2010 മുതൽ കേന്ദ്ര സർക്കാർ സെക്യൂരിറ്റികളുടെ ആദ്യ വിൽപ്പന വരിക്കാരാവരുത്. ധനകാര്യ പ്രവർത്തനങ്ങളിൽ കൂടുതൽ സുതാര്യത ഉറപ്പാക്കണം. ഓപ്ഷൻ സി ആണ് വരുന്നത്. 2010 മുതൽ കേന്ദ്ര സർക്കാർ സെക്യൂരിറ്റികളുടെ ആദ്യ വിൽപ്പന വരിക്കാരാകരുത്. ഭരണഘടനയിൽ അനുച്ഛേദം 246A ആയി നിലവിൽ വന്ന ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണമാണ്? GST, ആദായ നികുതി, മോഡ് വാറ്റ്, കോർപ്പറേറ്റ് നികുതി. ഓപ്ഷൻ എ ആണ് വരുന്നത്. GST ഭരണഘടനയിൽ അനുച്ഛേദം 246A ആയി നിലവിൽ വന്ന ഭേദഗതി GSTയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തത് പേഴ്സ് ഡിസ്റ്റാലിസ്, പേഴ്സ് ഇന്റർമീഡിയ, പേഴ്സ് നവോസ എന്നിവ ഏത് ഗ്രന്ഥിയുടെ 3 പ്രധാന ഭാഗങ്ങളാണ്? പാൻക്രിയാസ് ഗ്രന്ഥി, പീയൂഷ ഗ്രന്ഥി, തൈറോയിഡ് ഗ്രന്ഥി, ആഡ്രിനൽ ഗ്രന്ഥി. ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. പീയൂഷ ഗ്രന്ഥി. മാലിയസ്, ഇംഗസ്, ടേപ്പീസ് എന്നീ അസ്ഥികൾ കാണപ്പെടുന്നവയുടെ ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം, കർണനാളം. ഓപ്ഷൻ ബി ആണ് വരുന്നത്. മധ്യകർണം. ചുവടെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? എറിയുകയോ വിക്ഷേപിക്കുകയോ ചെയ്ത ശേഷം ഒരു വസ്തു പറക്കൽ എന്ന അവസ്ഥയിലാണെങ്കിൽ അതിനെ പ്രൊജക്ടൈൽ എന്ന് വിളിക്കുന്നു. ഫുട്ബോൾ, ക്രിക്കറ്റ് ബോൾ എന്നിവയെല്ലാം പ്രൊജക്ടൈലുകളാവാം. പ്രൊജക്ടൈലിന്റെ സഞ്ചാരപാത ഒരു നേർരേഖയാണ്. 2 വ്യത്യസ്തവും ഏകകാലികവുമായ ചലനങ്ങളുടെ ഫലമാണ് പ്രൊജക്ടൈൽ. ചുവടെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. പ്രൊജക്ടൈലിന്റെ പാത്ത് നേർരേഖയാണെന്നുള്ളതാണ്. 28ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. പ്രൊജക്ടൈലിന്റെ സഞ്ചാരപാത ഒരു നേർരേഖയാണ്. ഓക്കെ. വലിച്ചു നീട്ടിയ ഒരു വില്ലിലെ ചരടിനുള്ള ഊർജം ഏത്? ഗതികോർജം, സ്ഥിതികോർജം, യാന്ത്രികോർജം, താപോർജം. അപ്പോ വലിച്ചു നീട്ടിയ ഒരു വില്ലിലെ ചരടിനുള്ള ഊർജം ഏതായിരിക്കും? ആൻസർ ഓപ്ഷൻ ബി, സ്ഥിതികോർജം. കനാൽ കിരണങ്ങൾ അറിയപ്പെടുന്നത് എന്ത്? പോസിറ്റീവ് ചാർജുള്ള കിരണങ്ങൾ, നെഗറ്റീവ് ചാർജ് കിരണങ്ങൾ, സബ് ആറ്റോമിക കിരണങ്ങൾ, മാസില്ലാത്ത കിരണങ്ങൾ. ഓപ്ഷൻ എ ആണ് വരുന്നത്. പോസിറ്റീവ് ചാർജുള്ള കിരണങ്ങൾ. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ ചില പ്രത്യേകതകൾ ചുവടെ നൽകുന്നു. ഇന്ത്യയുടെ അക്ഷാംശീയ വ്യാപ്തി ഏതാണ്ട് 30 ഡിഗ്രിയാണ്. ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി ഏതാണ്ട് 20 ഡിഗ്രിയാണ്. വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ 3214 കിലോമീറ്റർ ദൂരമുണ്ട്. കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയുള്ള ദൂരം 2933 കിലോമീറ്റർ. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 3ഉം 4ഉം
1ഉം 2ഉം 1ഉം 3ഉം 4ഉം, അത് ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഇതിൽ ഓപ്ഷൻ സി 1ഉം 2ഉം 3ഉം. ഇപ്പോൾ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ ചില പ്രത്യേകതകളാണ് തന്നിട്ടുള്ളത്. അപ്പൊ ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിന്റെ ആൻസർ 31 ഡി ആണ് വരുന്നത്. അതായത് 1ഉം 3ഉം 4ഉം. അതിൽ 1ഉം 3ഉം 4ഉമാണ് ശരി. 2 തെറ്റാണ്. ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി ഏതാണ്ട് 20 ഡിഗ്രി ആണെന്നുള്ളത് തെറ്റാണ്. അപ്പോൾ ഇന്ത്യയുടെ അക്ഷാംശീയ വ്യാപ്തി ഏതാണ് 30 ഡിഗ്രിയാണ്. വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ 3214 കിലോമീറ്റർ ദൂരമുണ്ട്. കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയുള്ള ദൂരം 2933 കിലോമീറ്റർ ആണ്. അടുത്ത ചോദ്യം നോക്കാം. അടുത്തത്, കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ കരേവ മണ്ണിനത്തിന്റെ പ്രസിദ്ധമായ ഹിമാലയ ഭാഗമേത്? കുമയൂൺ ഹിമാലയം, കാശ്മീർ ഹിമാലയം, നേപ്പാൾ ഹിമാലയം, സിക്കിം ഹിമാലയം. കുങ്കുമപ്പൂവ് കൃഷിക്ക് അനുയോജ്യമായ കരേവ മണ്ണിനത്തിന്റെ പ്രസിദ്ധമായ ഹിമാലയ ഭാഗമേത്? ഓപ്ഷൻ ബി ആണ് കശ്മീർ ഹിമാലയം. ഉപദ്വീപീയ ഭൂമിയെ പറ്റി ചുവടെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ക്രമരഹിതമായ ത്രികോണാകൃതിയിലെ ഭൂഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയുടെ ഏറ്റവും പഴക്കമേറിയ ഭൂഭാഗമാണിത്. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഉയരം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് കുറയുന്നു. ഥാർ മരുഭൂമി ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണ്. ഉപദ്വീപീയ പീഠഭൂമിയെ പറ്റി ചുവടെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഥാർ മരുഭൂമി ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണ്. ഇതാണെന്ത് ശരിയല്ലാത്ത പ്രസ്താവന. റച്ചീസ് ദ്വീപ സമൂഹം, ലാബ്രൻ ദ്വീപ സമൂഹം എന്നിവ സ്ഥിതി ചെയ്യുന്നത് എവിടെ? അറ്റ്ലാന്റിക് സമുദ്രം, അറബിക്കടൽ, ബംഗാൾ ഉൾക്കടൽ, ഗൾഫ് ഓഫ് മന്നാർ. ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ് വരുന്നത്, ബംഗാൾ ഉൾക്കടൽ. റച്ചീസ് ദ്വീപ സമൂഹം, ലാബ്രൻ ദ്വീപ സമൂഹം എന്നിവ സ്ഥിതി ചെയ്യുന്നത് ബംഗാൾ ഉൾക്കടൽ. ലോക്തക് തടാകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? മണിപ്പൂർ, ഉത്തരാഖണ്ഡ്, രാജസ്ഥാൻ, സിക്കിം. ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്, മണിപ്പൂർ. ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ നദികൾ ഏത് നീരൊഴുക്ക് മാതൃകയ്ക്ക് ഉദാഹരണമാണ്? കേന്ദ്ര പ്രഭവ നീരൊഴുക്ക് മാതൃക, ജലായുധ നീരൊഴുക്ക് മാതൃക, ശീകരാകൃതി മാതൃക, അഭികേന്ദ്ര മാതൃക. ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ നദികൾ ഏത് നീരൊഴുക്ക് മാതൃകയ്ക്ക് ഉദാഹരണമാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്, ശീകരാകൃതി മാതൃക. ഇന്ത്യയിലെ നദീതടങ്ങളെ പറ്റിയുള്ള ചില വിവരങ്ങൾ ചുവടെ നൽകുന്നു. ശരിയായ ജോഡികൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ജോഡി പറയുന്നത്, പ്രധാന നദീതടങ്ങൾ 20,000 ചതുരശ്ര കിലോമീറ്ററിൽ കൂടുതൽ. മീഡിയം നദീതടങ്ങൾ 2,000 മുതൽ 20,000 വരെ ചതുരശ്ര കിലോമീറ്റർ. ചെറുനദീതടങ്ങൾ 2,000 ചതുരശ്ര കിലോമീറ്ററിൽ കുറവ് ഭൂരക്ഷപ്രദേശം. ഇതില് ശരിയായിട്ടുള്ള ജോഡി ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 1ഉം 2ഉം എല്ലാം ശരിയാണ്. 2ഉം 3ഉം 1ഉം 3ഉം. ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്, എല്ലാം ശരിയാണ്. ഇപ്പോൾ പ്രധാന നദീതടങ്ങൾ 20,000 ചതുരശ്ര കിലോമീറ്ററിൽ കൂടുതൽ. മീഡിയം നദീതടങ്ങൾ 2,000 മുതൽ 20,000 വരെ ചതുരശ്ര കിലോമീറ്റർ. ചെറു നദീതടങ്ങൾ
2000 ചതുരശ്ര കിലോമീറ്ററിൽ കുറവ് വൃക്ഷപ്രദേശം. അടുത്തത് നമാമി ഗംഗ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചുവടെ പറയുന്നവൽ ശരിയല്ലാത്ത പ്രസ്താവന. ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. 2010 പദ്ധതി ഭാരത സർക്കാർ അംഗീകരിച്ചത്. ഗംഗയിലെ മലിനീകരണം ഫലപ്രദമായി കുറയ്ക്കലാണ് പ്രധാന ലക്ഷ്യം. ഗംഗാ നദിയുടെ പുനരുജ്ജീവനം പദ്ധതിയുടെ മറ്റൊരു ലക്ഷ്യമാണ്. ഒരു സംയോജിത സംരക്ഷണ ദൗത്യമാണ് നമാമി ഗംഗ പദ്ധതി. ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. 2010 പദ്ധതി ഭാരത സർക്കാർ അംഗീകരിച്ചത്. ഭൂമധ്യരേഖയ്ക്കടുത്ത് വാണിജ്യവാതകങ്ങൾ കൂടിച്ചേരുന്ന ന്യൂനമർദ്ദ മേഖല ഏത്? അന്തർ ഉഷ്ണമേഖല, സംക്രമണ മേഖല, ഉദരാക്ഷാംശം, ധ്രുവീയ ന്യൂനമർദ്ദ മേഖല, അലറുന്ന 40കൾ. ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. അന്തർ ഉഷ്ണമേഖല, സംക്രമണ മേഖല. ഭൂമധ്യരേഖയടുത്ത് വാണിജ്യവാതകങ്ങൾ കൂടിച്ചേരുന്ന ന്യൂനമർദ്ദ മേഖല ഏത്? അന്തർ ഉഷ്ണമേഖല, സംക്രമണ മേഖല. ചുവടെ പറയുന്നവയിൽ പ്രാദേശിക വാതകമല്ലാത്തത്? മാമ്പഴക്കാറ്റ്, കാപ്പി പൂവിടും മഴ, മൺസൂൺ, നോവെസ്റ്റർ. ചുവടെ പറയുന്നവയിൽ പ്രാദേശിക വാതകമല്ലാത്തത്? പിന്നെ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്, മൺസൂൺ. ചുവടെ പറയുന്നവയിൽ KPSC അവതരിപ്പിച്ച ആദ്യത്തെ നാടകമേത്? സർവേക്കല്ല്, ശുദ്ധികലശം, നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി, എൻ്റെ മകനാണ് ശരി. ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്, എൻ്റെ മകനാണ് ശരി. ചുവടെ പറയുന്നവയിൽ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളേവ? ഇലഞ്ഞിത്തറമേളം, മടത്തിൽ വരവ്, കുടമാറ്റം, തൂക്കനേർച്ച. അപ്പൊ ഇതില് ബന്ധപ്പെട്ട ചടങ്ങുകൾ ഏവാന്നാണ് ചോദിച്ചിട്ടുള്ളത് ക്വസ്റ്റ്യനില്. ഇതൊക്കെ ഓപ്ഷൻ ഇതും ക്വസ്റ്റ്യൻ ആണ്. 1, 2, 3. അടുത്ത ഓപ്ഷൻ 2, 3, 4 ശരി, 1, 3, 4 ശരി, എല്ലാം ശരിയാണ്. അപ്പോ ഇതന്നിട്ടുള്ളതിൽ ഏതൊക്കെ ഓപ്ഷൻസ് ആണ് ശരിയാവുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ചുവടെ പറയുന്നവയിൽ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ഏവ? ഇലഞ്ഞിത്തറമേളം, മടത്തിൽ വരവ്, കുടമാറ്റം, തൂക്കനേർച്ച. ഇതിന് ആൻസർ എ ആണ് വരുന്നത്. 1, 2, 3 ശരി. അപ്പോ ഇതിൽ ഇലഞ്ഞിത്തറമേളം, മടത്തിൽ വരവ്, കുടമാറ്റം ഇത് 3 മാത്രമാണ് ശരി. അടുത്തത് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ ഏക കേരളീയൻ ആര്? PJ ആന്റണി, ഷാജി N കരുൺ, മധു, അടൂർ ഗോപാലകൃഷ്ണൻ. സോ ഇതുപോലൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്ത് ചെയ്യണം? ഇതിന്റെ കറണ്ട് ഫാക്റ്റും കൂടി എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. ഇത് ഒരുപാട് വർഷം മുമ്പുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ ഏക കേരളീയൻ ആര്? ഇത് 2022 ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് വരുന്നത്. അപ്പോ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്, അടൂർ ഗോപാലകൃഷ്ണൻ. അടുത്തത് പ്രാവേ പ്രാവേ പോകരുത്, കാക്കേ കാക്കേ കൂടെ വിടെ എന്നീ കവിതകൾ രചിച്ചത് ആര്? പന്തളം KP, ഉള്ളൂർ S പരമേശ്വര അയ്യർ, കുമാരനാശാൻ, കുഞ്ഞുണ്ണി മാഷ്. ഓപ്ഷൻ ബി ഉള്ളൂർ S പരമേശ്വര അയ്യർ. പ്രാവേ പ്രാവേ പോകരുത്, കാക്കേ കാക്കേ കൂടെ വിടെ എന്നീ കവിതകൾ രചിച്ചത് ഉള്ളൂർ S പരമേശ്വര അയ്യർ. 2021 മാർച്ചിൽ 104-ാം വയസ്സിൽ അന്തരിച്ച കഥകളി ആചാര്യനാര്? കലാമണ്ഡലം ഹൈദരാലി, ചേമച്ചേരി കുഞ്ഞുരാമൻ നായർ, കോട്ടയ്ക്കൽ പരമേശ്വരൻ നമ്പൂതിരി, കലാമണ്ഡലം സുരേന്ദ്രൻ. 45 ഓപ്ഷൻ ബി ആണ് വരുന്നത്, ചേമഞ്ചേരി കുഞ്ഞുരാമൻ നായർ.
2021 മാർച്ചിൽ 104 വയസ്സിൽ അന്തരിച്ച കഥകളി ആചാര്യൻ ചെമഞ്ചേരി കുഞ്ഞിരാമൻ നായരാണ്. അടുത്തത് ഖേൽ രത്ന പുരസ്കാരം നേടിയ എത്രാമത്തെ കേരളീയനാണ് PR ശ്രീജേഷ്? രണ്ടാമൻ, മൂന്നാമൻ, നാലാമൻ, അഞ്ചാമൻ? ഖേൽ രത്ന പുരസ്കാരം നേടിയ എത്രാമത്തെ കേരളീയനാണ് PR ശ്രീജേഷ്? ഓപ്ഷൻ ബി ആണ് വരുന്നത്, മൂന്നാമൻ. ഒരു പാരാലിമ്പിക്സിൽ ഒന്നിലേറെ മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിതാ കായിക താരം ഏത്? കായിക താരം ആര്? ഭാവിന പട്ടേൽ, ഏക്ത ബ്യാൻ, ആവണി ലഹ്റെ, അരുണ സിംഗ് തൻവർ. അപ്പോൾ ഒരു പാരാലിമ്പിക്സിൽ ഒന്നിലേറെ മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിതാ കായിക താരം. ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്, ആവണി ലഹ്റെ. കായിക താരങ്ങൾക്ക് വിലക്ക് വന്നതിനെ തുടർന്ന് ദേശീയ ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ പേരിൽ 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഏത് രാജ്യത്തെ കായിക താരങ്ങളാണ്? കായിക താരങ്ങൾക്ക് വിലക്ക് വന്നതിനെ തുടർന്ന് ദേശീയ ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ പേരിൽ 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ പങ്കെടുത്തത് ഏത് രാജ്യത്തെ കായിക താരങ്ങളാണ്? നമീബിയ, സുഡാൻ, ഫിൻലാൻഡ്, റഷ്യ. 48 ഓപ്ഷൻ ഡി ആണ് വരുന്നത്, റഷ്യ. 4 ഭാഗങ്ങളിലായി 4000-ഓളം പേജുകളുള്ള മലയാള നോവൽ ഏത്? 4 ഭാഗങ്ങളിലായി 4000-ഓളം പേജുകളുള്ള മലയാള നോവൽ ഏത്? നാലുകെട്ട്, ഏണിപ്പടികൾ, അശ്വമേധം, അവകാശികൾ. ഓപ്ഷൻ ഡി ആണ് വരുന്നത്, അവകാശികൾ. ഭാർഗവി നിലയം എന്ന സിനിമയുടെ തിരക്കഥയ്ക്ക് ആധാരമായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചെറുകഥ അനർഘ നിമിഷം, നീലവെളിച്ചം, ശബ്ദങ്ങൾ, ഭൂമിയുടെ അവകാശികൾ. ഓപ്ഷൻ ബി ആണ് നീലവെളിച്ചം. അടുത്തത് സിനോണിം ഓഫ് റേഡിയൻസ്. ലൈറ്റ്, ഡാർക്ക്നെസ്, ബ്രൈറ്റ്നെസ്, ഡൾനെസ്. ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്, ബ്രൈറ്റ്നെസ്. The foreign term sort of means in a quiet voice, at first sight, evidently, highly educated. Answer option A ആണ് വരുന്നത്, in a quiet voice. Plant area of land with trees to form forest. Given one word. Afforestation, agriculture, gardening, deforestation. Plant areas of land with the trees to form forest. Answer option A, afforestation. Which part has an error? One should be conscious of his limitations. No error. An answer option C ആണ് വരുന്നത്, limitations. അടുത്തത്, did he say that? He is certainly a liar. So the answer, answer option A, liar. അടുത്തത്, dash you go by you go by car, you will miss the flight. Until, unless, although, because. പിന്നെ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്, unless you go by car, you will miss the flight. There is no evidence. Is the, was the, isn't the, wasn't the. Option A ആണ് വരുന്നത്, is the. You had better not dash to leave your car unlocked, to leave your car unlocked, leaving your car unlocked, to leaving your car unlocked. Answer option B ആണ് വരുന്നത്, leave your car unlocked. The idiom roll the dice on means a difficult task, easily available, very common,
take a risk. The idiom roll the dice on means. ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്, ടേക്ക് എ റിസ്ക്. അടുത്തത് the horse has hurt herself, himself, itself, myself. So option C ആണ് വരുന്നത് itself. The horse has hurt itself. He said, I know the place well because I lived there. He said that he know the place well because he lived there. He said that he knew the place well because he lived here. He said that he knew the place well because he lived there. He said that he knew the place well because I lived there. So the answer option C ആണ് വരുന്നത്. He said that he knew the place well because he lived there. ചോദ്യം, he had dash good knowledge of mathematics, the, a, and no article. Answer option B ആണ് വരുന്നത് A. He had a good knowledge of mathematics. Pick out the noun used only in plural form. Oasis, key, sheep, dish. So option C, sheep. Our team dash wearing the new jerseys. Use the right verb is, was, has been, are. So option D, are. Our team are wearing the new jerseys. If he had taken the other road, dash complete suitably, we might have reached earlier, we may reach earlier, we will reach earlier, we might reach earlier. So option A, we might have reached earlier. If we had taken the other road, we might have reached earlier. The Ram is dash all other teachers in the school. Senior by, senior to, senior than, senior of. So option B ആണ് വരുന്നത് senior to. Ram is senior to all other teachers in the school. A dash of advice, bit, group, a number, piece. So option D, piece. A piece of advice. Children under 5 will not be admitted to the active voice. We will not admit children under 5. We will not be admitting children under 5. We are not admitting children under 5. We would not admit children under 5. Answer option A. We will not admit children under 5. The rider dashed the horse and broke his right arm. Fell off, fell into, fell off, fell away. Answer option C. Fell off. The rider fell off the horse and broke his right arm. Incapable of being corrected. Give one word. Incorrigible, incredible, indelible, inaudible. So option A, incorrigible. നല്ല ചേർച്ചയുണ്ടാവുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കാവുന്ന ശൈലി ഏത്? ചക്കുകുറ്റി പോലെ, ചങ്ങലവട്ടയും തുടലും പോലെ, നാക്കുവായിൽ കിടക്കും, നിധി കാക്കുന്ന ഭൂതം, നല്ല ചേർച്ചയുണ്ടാവുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കാവുന്ന ശൈലി ഏത്? ചക്കുകുറ്റി പോലെ, ചങ്ങലവട്ടവും തുടലും പോലെ, നാക്കുവായിൽ കിടക്കുക, നിധി കാക്കുന്ന ഭൂതം. ഓപ്ഷൻ ബി, ചങ്ങലവട്ടയും തുടലും പോലെ. ഇരുട്ട് എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കാവുന്ന പദം ഏത്? വർണ്ണം, ഗൗരം, സമ്മിശ്രം, വാരം. ഇരുട്ട് എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കാവുന്ന പദം ഏത്? ആൻസർ ഓപ്ഷൻ സി, തമിശ്രം. ഇരുട്ട് എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കാവുന്ന പദം തമിശ്രം. താഴെ കൊടുക്കുന്നവയിൽ ശരിയായി എഴുതിയിരിക്കുന്ന ഏത്? അപ്പൊ നിഗൂഢം എന്നത് ശരിയായിട്ടുള്ള ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്, നിഗൂഢം. താഴെ കൊടുത്തവയിൽ വ്യത്യസ്തമായി ചേർത്തെഴുതിയത് ഏത്? ഇപ്പുര, പടക്കളം,
പുറപ്പാട്, വരുംകാലം. ഇതിലേതാണ് വ്യത്യസ്തമായി ചേർത്തെഴുതിയതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്, വരുംകാലം. അടുത്തത്, മാനഹാനി എന്നത് വിഗ്രഹിച്ചെഴുതിയാൽ മാനത്തിന് ഹാനി, മാനത്തിന്റെ ഹാനി, മാനത്തിലെ ഹാനി, മാനത്താൽ ഹാനി. മാനഹാനി എന്നത് വിഗ്രഹിച്ചെഴുതിയാൽ മാനത്തിന് ഹാനി, മാനത്തിന്റെ ഹാനി, മാനത്തിലെ ഹാനി, മാനത്താൽ ഹാനി. ഏതായിരിക്കും? ഓപ്ഷൻ എ, മാനത്തിന് ഹാനി. വേററുത്താൽ പിന്നെ കൊമ്പ് വെട്ടണോ എന്ന പഴഞ്ചൊല്ലുകൊണ്ട് അർത്ഥമാക്കുന്നത് വരുന്നത് വരട്ടെ എന്ന തോതിലുള്ള സ്വഭാവം, മുൻപിൻ നോക്കാതെ ചെയ്യുന്ന പ്രവൃത്തി, മറ്റൊരാളോടുള്ള കഠിനമായ വെറുപ്പ്, അടിയോടെ നശിപ്പിച്ചാൽ പിന്നെ ചില്ലറ ഉപദ്രവങ്ങളെ വകവെക്കേണ്ടതില്ലല്ലോ, വേററുത്താൽ പിന്നെ കൊമ്പ് വെട്ടണോ എന്ന പഴഞ്ചൊല്ല് കൊണ്ട് അർത്ഥമാക്കുന്നത്. 26 ഓപ്ഷൻ ഡി ആണ് വരുന്നത്, അടിയോടെ നശിപ്പിച്ചാൽ പിന്നെ ചില്ലറ ഉപദ്രവങ്ങളെ വകവെക്കേണ്ടതില്ലല്ലോ. അടുത്തത്, ദൃശ്യം എന്നതിന്റെ വിപരീത പദം ഏത്? ദൃശ്യം, സ്ഥൂലം, സൂക്ഷ്മം, ക്ലേശം. ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്, സ്ഥൂലം. പായ് പ്ലസ് കപ്പൽ എന്നത് ചേർത്തെഴുതിയാൽ ഏത് സന്ധി നിയമമാണ് വരിക? ദ്വിത്വസന്ധി, ലോപസന്ധി, ആദേശസന്ധി, ആഗമസന്ധി. സർ ഓപ്ഷൻ എ ആണ് വരുന്നത്, ദ്വിത്വസന്ധി. പായ് പ്ലസ് കപ്പൽ എന്നത് ചേർത്തെഴുതിയാൽ ദ്വിത്വസന്ധി. ജസ്റ്റ് ഇൻ ടൈം എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്ത്? സമയം പാഴാക്കുക, സമയം പാലിക്കാതെ കൃത്യസമയത്ത് വൈകിയെത്തുക. ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്, കൃത്യസമയത്ത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒറ്റപ്പെട്ട പദം ദിവാകരൻ, ആദിത്യൻ, പ്രഭാകരൻ, ഗിരീശൻ. ആൻസർ ഓപ്ഷൻ ഡി, ഗിരീശൻ. ഇനി അങ്ങോട്ട് വരുന്ന 20 ക്വസ്റ്റ്യൻസ് മാത്സ് പാർട്ടാണ്. അപ്പോൾ അത് മറ്റൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. സോ അപ്പോൾ അതിൻ്റെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതാണ്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.